കലീലയും ദിംനയും കലീലയും ദിംനയും. സുഹൃത്തുക്കൾക്കിടയിൽ ഒരു വഞ്ചക സുഹൃത്തിന്റെ അരങ്ങേറ്റമാണ് ദബ്ശലിം ആദ്യമായി ബൈദബയോട് ആവിഷ്കരിക്കാൻ ആവശ്യപ്പെട്ടത്. അങ്ങനെ ബൈദബ ആ കഥ പറഞ്ഞു. ദിസ്താവണ്ടിന്റെ നാട്ടിൽ ഒരു വൃദ്ധൻ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന് 3 പുത്രന്മാരുണ്ടായിരുന്നു. ദിവസം അദ്ദേഹം അവരെ വിളിച്ചു പറഞ്ഞു, എന്റെ മക്കളെ, ഈ ലോകത്തിൽ മനുഷ്യൻ 3 കാര്യങ്ങൾ തേടുന്നു: സ്വാതന്ത്ര്യമെന്ന ഭാഗ്യം, ജീവിതത്തിലെ മാന്യത, ഭാവിയിലേക്കുള്ള സുരക്ഷ. എന്നാൽ ഇവ നേടാൻ 4 അടിസ്ഥാന നിബന്ധനകൾ അനിവാര്യമാണ്: സമ്പാദ്യത്തിൽ സത്യസന്ധത, നേടിയതിന്റെ സംരക്ഷണം, ഉൽപ്പാദകരമായ തൊഴിൽ, അതിന്റെ ന്യായമായ ഉപയോഗം. ഇവയിൽ സത്യസന്ധതയില്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷ ഭയത്തിലും ആശങ്കയിലും മുങ്ങിപ്പോകും. ലോകത്തുപോലും അവന്റെ പ്രതീക്ഷകൾ നിരാശയായി മാറും. സമ്പാദ്യം നഷ്ടപ്പെടും, സമ്പത്ത് തകർന്നു വീഴും, അല്ലെങ്കിൽ ഉപയോഗമില്ലാതെ കെട്ടിക്കിടക്കുന്ന ധനം ക്രമേണ ഇല്ലാതാകും. ഒരു പിശുക്കൻ പോലും ചെലവുകൾ നിയന്ത്രിക്കുന്നു എന്ന് കരുതുമ്പോഴും അവന്റെ സമ്പത്ത് അല്പാൽപമായി കുറഞ്ഞുകൊണ്ടേയിരിക്കും. പൂവിന്റെ മണം അല്പമല്പമായി വായുവിൽ ലയിക്കുന്നതുപോലെ. സമ്പത്ത് നിക്ഷേപിക്കുന്നതിൽ അശ്രദ്ധനാണെങ്കിൽ അതിൽ നിന്ന് അവന് ലാഭം കുറവും നഷ്ടം കൂടുതലും. വെള്ളം നിറയ്ക്കുന്ന അരുവികളില്ലാത്ത തടാകം പോലെ അതൊടുവിൽ ശൂന്യമായി തീരും. കാലം കടന്നു. മൂത്തപുത്രൻ മിയൂൺ ദേശത്തേക്ക് യാത്രയായി. ഷാൻസബയും ബന്ദനയും 2 കാളകൾ വലിക്കുന്ന രഥത്തിലായിരുന്നു അവന്റെ യാത്ര. വഴിയിൽ ചെളിയുള്ള പ്രദേശത്തെത്തിയപ്പോൾ ഷാൻസബെ ചെളിയിൽ കുടുങ്ങി. എത്ര ശ്രമിച്ചിട്ടും അവനെ പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. അവസാനം ക്ഷീണിച്ച യാത്രക്കാരൻ കോപത്തോടെ കാളയെ ചില ആളുകളുടെ സംരക്ഷണത്തിൽ വിട്ട് യാത്ര തുടർന്നു. പിന്നീടവൻ പിന്തുടരുമെന്ന പ്രതീക്ഷയിൽ. എന്നാൽ അവനെ നോക്കാൻ നിയോഗിച്ച ആളുകൾ രാത്രി മുഴുവൻ കാത്തിരുന്നിട്ടും ഒടുവിൽ മടുത്ത് കാള ചത്തു എന്ന് തെറ്റായി യജമാനനോടറിയിച്ചു. ഇത് മനുഷ്യജീവിതത്തിന്റെ സത്യമാണ്. മരണസമയമെത്തുമ്പോൾ മനുഷ്യന്റെ ശ്രമങ്ങളെല്ലാം വിഫലമാകും. അവന്റെ ജാഗ്രതയ്ക്കുപോലും വിധിയെ തടയാൻ കഴിയില്ല. അതൊരു മനുഷ്യനെ പോലെയാണ്. വന്യമൃഗങ്ങൾ നിറഞ്ഞ മരുഭൂമിയിൽ ഒരു ചെന്നായ അവനെ പിന്തുടരുന്നു. രക്ഷപ്പെടാൻ വഴിതേടിയവൻ ഒരു നദിയുടെ കരയിലെത്തുന്നു. ഭയത്തിൽ അവൻ നീന്താനറിയാതെ വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്നു. അവൻ മുങ്ങിപ്പോകാൻ പോകുമ്പോൾ നദീകരയിലെ ആളുകൾ അവനെ രക്ഷപ്പെടുത്തി ഒരു കുടിലിൽ പാർപ്പിക്കുന്നു. പക്ഷെ ആ രാത്രി തന്നെ കൊള്ളമുതലുകൾ വീതം വയ്ക്കാനായി കള്ളന്മാർ ആ കുടിലിൽ വന്നു കയറുന്നു. കള്ളന്മാരെ ഭയന്ന് അവൻ പുറത്തേക്കോടി. കള്ളന്മാരിൽ നിന്ന് രക്ഷപ്പെട്ടവൻ ആശ്വാസത്തോടെ ഒരു മതിലിൽ ചാരി നിൽക്കുന്നു. എന്നാൽ അവസാനം ആ മതിൽ അവന്റെ ശരീരത്തിലേക്ക് മറിഞ്ഞു വീഴുന്നു. ഇങ്ങനെ ഓരോ അപകടങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെടലുകളും അടുത്തതിലേക്കുള്ള കാൽവെപ്പുകളാകുന്നു. ഇടയിൽ ഉപേക്ഷിക്കപ്പെട്ട ഷാൻസബെ കാള ചെളിയിൽ നിന്ന് സ്വയം രക്ഷപ്പെട്ടു. സമൃദ്ധമായ മേച്ചിൽപ്പുറങ്ങളിൽ മേഞ്ഞു. അവൻ ശക്തന. അടുത്തുള്ള വലിയ വനത്തിൽ പിങ്കളകൻ എന്ന സിംഹം രാജാവായി വാണിരുന്നു. അവന്റെ ചുറ്റും ചെന്നായക്കൾ, കുറുക്കന്മാർ, ചീറ്റപ്പുലികൾ തുടങ്ങി നിരവധി മൃഗങ്ങളുണ്ടായിരുന്നു. എന്നാൽ പിങ്കളകന് തന്റെ ജ്ഞാനത്തിലും ശക്തിയിലും അമിതമായ അഭിമാനമായിരുന്നു. അവൻ മറ്റാരുടെയും ഉപദേശം സ്വീകരിക്കാറില്ല. ഒരു ദിവസം ഷാൻസബയുടെ ഉച്ചത്തിലുള്ള അലർച്ച കേട്ടപ്പോൾ പിങ്കളകൻ ഭയപ്പെട്ടു. ഭയം കാരണം അവൻ പുറത്തിറങ്ങാതെയായി. കലീലയും ദിംനയും കലീലയും ദിംനയും.